ഹലോ നമസ്കാരം. അങ്ങനെ ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് ഒരു ടീസർ റിയാക്ഷൻ. വളരെ അപ്രതീക്ഷിതമായിട്ട് ഇന്നൊരു ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്രതീക്ഷിതം എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള ധാരണ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഓൾറെഡി നമുക്ക് അത് ഞങ്ങളുടെ മിസ്റ്റേക്കാണ്. എനിവേ, പൃഥ്വിരാജിൻ്റെ ഐ നോബഡി എന്ന സിനിമയുടെ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഒരു റിയാക്ഷൻ ആയിരിക്കും, കാരണം ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. നസീം ബഷീർ നമ്മളെ റോഷാക്ക് ആൻഡ് കെട്ടോളാനുണ്ട് നിസാം ബഷീർ ആണ് ഇതിന്റെ ഡയറക്ടർ. റോഷാക്ക് കെട്ടോളന്റെ അതൊക്കെ ചെയ്താണ്. പിന്നെ പാർവതി തിരുവോത്ത് അല്ലേ? നമുക്ക് കണ്ടോക്കാ, എനിക്ക് കാണാറുണ്ട് പൃഥ്വിരാജ് അതിന്റെ പുറം കണ്ടോക്കട്ടെ റിയാക്ഷൻ. ഇനി ഇങ്ങനെ വാരി വിതറാം. ദൃശ്യം റിയാക്ട് ചെയ്യാൻ ചെയ്തിട്ട് ആകെ ജിത്തു ജോസഫ് ആകെ തേച്ച് കളഞ്ഞു. എന്ത് റിയാക്ട് ചെയ്യാൻ, അത് വല്ലാത്ത സർപ്രൈസ് ചെയ്യിപ്പോയി. ഓക്കെ, അടികൂടാൻ പോയിട്ടാണ് ആണോ പപ്പ? ആ കഥ കേട്ടിട്ട് മടുത്തു. വെളിച്ചന്റെ കഥ മതി. ഒരു കഥയുണ്ട്. പക്ഷെ ഹോട്ടൽസരും വേണ്ട. എനിക്കെന്റെ വൃത്തിനെ ഇഷ്ടപ്പെട്ടേ. കൊടും ക്രിമിനലുകളായ 3 പേരെ ഉദ്യോഗസ്ഥൻ എങ്ങനെയോ കണ്ടെത്തും. ആ സമയത്ത് അവന്മാർ 3 പേരും കണ്ടിരിക്കുന്നവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവന്മാർ അടിയും വാങ്ങിച്ച് അവന്മാരെ പിടിച്ചോണ്ട് പോകുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ തന്നെ ഉണ്ടാക്കി. ഒരു നോബഡി. വിജയകരമായി അങ്ങനെ ഒരു ബാങ്ക് മോഷണം നടപ്പിലാവും. പോലീസും നാട്ടുകാരും വഴിനീളെ 17 കോടിയും തപ്പി നടക്കുമ്പോൾ നമ്മുടെ ഈ ഉദ്യോഗസ്ഥൻ ആ കട്ട കാശും കൊണ്ട് തന്റെ ഭാര്യയുമായി സുഖിക്കുകയായിരുന്നു. നല്ലൊരു സിനിമക്ക് വകുപ്പുണ്ട്. നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റില്ല. നല്ല പണിയെടുക്കേണ്ടി വരും. നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. നല്ലൊരു സിനിമക്ക്. എനിക്ക് പൃഥ്വിരാജിന്റെ ലുക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയല്ല, പൃഥ്വിനെ പണ്ട് മറ്റേ മാണിക്യക്കല്ലൊക്കെയുള്ള ആ ഒരു ടൈമിലാണ് ആ ഒരു ഇതിൽ കണ്ടില്ല, ചെക്ക് ഷർട്ട്, മറ്റേ ഒരു നാടൻ ലുക്ക് പോലത്തെ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ സ്റ്റോറി അങ്ങനെ തോന്നുന്നു, കാരണം വെച്ചാല് ഒരു ത്രില്ലർ പോലെ. പിന്നെ അതുപോലെ തന്നെ മറ്റേ ഭാസ്കർ ഒക്കെ ഉണ്ടായിരുന്നില്ലേ, മറ്റേ ദുൽഖറിന്റെ ഒക്കെ, അതൊക്കെ പോലെയുള്ള ഒരു പടാന്ന് തോന്നുന്നു. ഭയങ്കര ഒരു നമ്മള് നല്ല നാടൻ പടം പോലെ ഒരു ഫീലിംഗ്. ഇനി ട്രെയിലർ വരുമ്പോ കൂടുതലൊന്നും പറയാനില്ല, കാരണം ഇതിനെ പറ്റിട്ട് വലിയ റിസർച്ച് ഒന്നും നടത്തിയില്ല. അല്ലെങ്കിൽ റിസർച്ച് നടത്തിയാലും എന്താണ് ഇതെന്താണെന്നല്ലേ കണ്ടത്, ഇതിനകത്ത് ആരൊക്കെയുണ്ട്, എന്തൊക്കെയുണ്ട്, സ്റ്റോറി എന്താണെന്നല്ലേ, അതിനെ കുറിച്ച് വലിയ ധാരണ ഉണ്ടാകുന്നില്ലേ. പെട്ടെന്നാണ് ഇങ്ങനൊരു ടീസർ ഇറങ്ങിയിട്ടുണ്ട് എന്ന് അറിഞ്ഞത്. ഇങ്ങനൊരു അങ്ങനെയല്ല, ഞാനും ഈ പറയുന്ന പോലെ ഇങ്ങനൊരു പടം ബാക്ക്ഗ്രൗണ്ടിൽ ഒരുങ്ങുന്നത് അറിഞ്ഞില്ലായിരുന്നു. നമ്മുടെ അറിവില്ലായ്മയുടെ പ്രശ്നമാണ്, നമ്മൾ ഭയങ്കര ഔട്ട്ഡേറ്റഡാ. അപ്പോ ഇനി ഒരു ടീസറോ ട്രെയിലറോ റിയാക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ബൈ.